കോട്ടയം ചന്തയ്ക്കുള്ളിലെ നഗരസഭാ കെട്ടിടത്തിന് 51 വർഷം പഴക്കമുണ്ട്. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. മേൽക്കൂര ഒലിച്ചു പോവുകയും ഉണ്ടായി. ഓരോ മഴയിലും ഇവിടെയുള്ള കച്ചവടക്കാരും തൊഴിലാളികളും ഭീതിയിലാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് കോട്ടയം ചന്തയ്ക്കകത്താണ്. ഇന്നലെ കോട്ടയം ജില്ലയിൽ ആകെ വ്യാപകമായ മഴയായിരുന്നു. ഈ കനത്ത മഴയിൽ ഒരുപാട് നാശനഷ്ടങ്ങളും ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓരോ മഴയിലും അപകടാവസ്ഥയിലാവുകയാണ് ഈ കോട്ടയം ചന്തയ്ക്കകത്തുള്ള നഗരസഭ വാണിജ്യ കെട്ടിടം. ഈ കെട്ടിടത്തിന്റെ അവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. ാണ് കോട്ടയം ചന്തയ്ക്കുള്ളിൽ നഗരസഭാ കെട്ടിടം പണിയുന്നത്. പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം യാതൊരു അറ്റകുറ്റപ്പണിയും നഗരസഭയുടെ ഭാഗത്തു നിന്നും നാളിതുവരെ ഉണ്ടായിട്ടില്ല. കച്ചവടക്കാർ പിരിവിട്ടാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്തുന്നത്. നഗരസഭയുടെ ഇത്തരം കെട്ടിടങ്ങളിൽ പലതും ഈ അവസ്ഥയിലാണ്. നന്നാക്കുന്നതിനോ അറ്റകുറ്റപ്പണി നടത്താനോ നഗരസഭ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ സംഭവമാണ്. ഇതേവരെ അവരൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. പേടിച്ച് ഈ മാവലി സ്റ്റോറിൽ ആരും ഇതേവരെ വന്ന് കയറുന്നുമില്ല. ഇവര് വന്ന് അന്വേഷിക്കുന്നുമില്ല, ഒന്നുമില്ല. പൊതുജനങ്ങൾക്ക് ഒരു എപ്പോഴും ഭീഷണിയായിട്ടാണ് നിൽക്കുന്നത്. ഇന്നലത്തെ കാറ്റ് തന്നെയിട്ടില്ല. ഇവിടെ നിൽക്കുന്നവരൊക്കെ ജീവൻ പണയം വെച്ച് ഇവിടെ നിന്നത്. അതുപോലത്തെ കാറ്റ്, ഈ ഷീറ്റ് കാറ്റ് പറന്നു കഴിഞ്ഞാൽ തന്നെ പപ്പടം പോലെ ഇരിക്കുന്നത്. ആരെങ്കിലും കഴുത്തുകൂടെ മുറിച്ചിട്ട് പോകുന്ന ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ കഴിഞ്ഞ ഞായറാഴ്ച അടർന്നു വീണിരുന്നു. അവധി ദിവസമായതിനാൽ ആളപായമുണ്ടായില്ല. ഓരോ മഴ കഴിയുമ്പോഴും 50 വർഷത്തിലധികം പഴക്കമുള്ള ഈ കെട്ടിടത്തിന്റെ അവസ്ഥ ഇതാണ്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളായി ഇങ്ങനെ അടർന്ന് താഴേക്ക് വീഴുന്നു. ഏത് നിമിഷവും ഒരു ആളപായവും ഉണ്ടാകാം. ആളപായം ഉണ്ടാകുന്നതിന് മുൻപെങ്കിലും നഗരസഭാ അധികാരികൾ കൺതുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.